നീ ഒരു പ്രാന്തനെ പോലെ സഞ്ചരിക്കുന്ന പറഞ്ഞാൽ അത് ജില്ലാണ് ഇത്. ജില്ല സ്ഥലം എന്തൊരു സ്ഥലമല്ല, വാഴപ്പണം. വാഴപ്പണയിൽ എന്തൊരു നിനക്ക് ലൈൻ സെറ്റ് ആക്കണമെന്നല്ലേ പറഞ്ഞു. നിന്റെ അവന്തി നിനക്ക് സെറ്റാക്കി തരണ്ടേ? അത് വാഴപ്പണയിലാണ് ഇരിക്കുന്നത്. ആര്? ആവന്തി. എടാ ആവന്തി അല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന്തി എന്നാണ് കേട്ടോ അവളുടെ പേര്. ആവന്തി. എന്തൊരു ആവന്തി? എടാ അവളെ സെറ്റ് ആക്കണമെങ്കിൽ ചാരുവിനെ കാണണം. ചാരു വിടുന്നത് വാഴപ്പണയിലാണ്. ചെറുക്ക നീ ഫിറ്റാണോ ഫിറ്റായിട്ട് അഭിനയിക്കണാണ്? എന്റെ പൊന്നാളെ എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പച്ചയ മനുഷ്യനാണ്. പച്ചയ മനുഷ്യൻ? നീ ഹൾക്ക അല്ലടാ ബൾക്ക്. കണ്ടിട്ട് വായിക്കാം. പാളയം കൂടെ നാളേക്ക് മൂവാണ്ട്. പവി എന്താ നീ എന്നെ വിളിച്ച? ഇവൻ എന്താ പറ്റിയ സംഭവം? ഒരു ബിയർ അടിച്ച്. എന്ത്? ഒരു ബിയർ അടിച്ച്. കണ്ടിട്ട് ഒരു ബിയറായിട്ടല്ലല്ലോ തോന്നുന്നു, മൂക്കറ്റടിച്ച് പറ്റിയ പോലെ ഉണ്ടല്ലോ. തന്നല്ലേ എനിക്കും തോന്നി അങ്ങനെ. ചെറുക്കന്മാരൊക്കെ എന്താ ഇങ്ങനെ എന്നെ കണ്ട് പരിയടാ. അവൻ ചോദിച്ചു പക്ഷെ കൊടുത്തില്ല. നീ ആയിരിക്കുമല്ലോ അവനെ കുടിപ്പിച്ചത്. ഞാൻ കുടിപ്പിച്ചൊന്നുമില്ല. അണ്ണിപ്പൊളിയിൽ വരും. ഞാൻ കണ്ണുള്ളി വന്നാലും ഞാൻ അങ്ങനെ കുടിപ്പിക്കും. ഞാനല്ല, എന്റെ ഫ്രണ്ട് അവന്തി തന്നെ. അവന്തി കുടിപ്പിച്ചു? തുമാരാ ഫ്രണ്ട് അവന്തി ഉദറേ. അവന്തി എന്ത് ചെയ്ത്? അവന്തി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പറഞ്ഞിട്ടാണ് അവൻ കുടിച്ചത് ബിയർ. ഭയങ്കര വിഷമാണ് ചെറുക്കന്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയണേ, ലവ് ഇസ് സോ ഹൊറിബിൾ. അങ്ങനെ പറയുന്നത് അത് അങ്ങനത്തെ വർത്താനം ലവ് ഈസ് ഡിവൈൻ. നമ്മളെ കണ്ടുപിടിക്കും. ഇതിന്റെ ഇടയ്ക്ക് നീ പുട്ടുവച്ചവടം നടത്തല്ലേ? വന്ന കാര്യം എന്താന്ന് പറ. വന്ന കാര്യം വേറെ ഒന്നുമില്ല. നീ ഒന്ന് അടങ്ങിയില്ല. ഞാനൊരു കാര്യം പറയട്ടോ. സമാനം വന്ന കാര്യം വേറെ ഒന്നുമില്ല. മണിച്ചിത്രത്തായിട്ട് പൂട്ടിയ അവന്തിയുടെ മനസ്സിന്റെ വാതിൽ നീ എനിക്ക് തുറക്കാൻ സഹായിച്ചാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ഇങ്ങനെ മനസ്സിൽ കയറി ഇങ്ങനെ നിൽക്കണം. എന്തൊരവസ്ഥയാടാ ഇത്. ശരിയാക്കണോ വേണ്ടയോ? വേണം. അവന്തിയുടെ മനസ്സിലേക്ക് ഇവനെ ഞാൻ എങ്ങനെ കയറ്റാനാ? അതല്ല ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയി ഇങ്ങനെ ഞാൻ കയറിക്കോളാം. എടാ ഞാനൊരു ഐഡിയ പറയട്ടെ. അല്ല, ഐഡിയ എന്ന് പറഞ്ഞാൽ നീ കണ്ടുപിടിക്കേണ്ടി വരും. എനിക്ക് അതിനെക്കുറിച്ച് ഫുൾ ഐഡിയ എന്ന് പറഞ്ഞുകൂടാ. നീ അതിനൊരു ഐഡിയ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും കയറ്റണം. അല്ല, ഇതിന് ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞില്ല. ഞാൻ പോണ പോ. ചുമ്മാ ഭാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേ? എന്നാ പറ. മിണ്ടാരി. എന്താടാ ഈ നമുക്ക് ഈ സാമൂഹിക സേവനം എന്ന് പറഞ്ഞ സാധനമില്ലേ, മനസ്സിലായ? ഇൻ കേസ് ഇവ ഇനി അവന്തിയെ കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് റോഡിൽ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് അത് വലിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് വലിയ വിഷയമായിട്ട് വരില്ലേ? അതാണ് ഞാൻ പറഞ്ഞ സമൂഹ സേവനം എന്നുള്ള സംഭവം. എടാ, ഇതും അതുമായിട്ട് എന്തുവാടാ ബന്ധം? ഇതെങ്ങനെ ഒരു സാമൂഹ്യ സേവനമാവുന്നത്? ഈ സാമൂഹിക സേവനം എന്ന് പറഞ്ഞാലേ, ചെറുക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എത്തേണ്ട ഒരാളാണ്. അപ്പം നാളെ ഒരു സമയത്ത് വെള്ളം അടിച്ചിട്ട് ഈ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ചുമ്മാ നടന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിനൊരു വലിയ പ്രശ്നമായിട്ട് വരും. ഏത് അതുമല്ലേ ഈ വഴി കൂടെ ഒക്കെ ഇറങ്ങി നടക്കുമ്പം ഏതെങ്കിലും പെണ്ണെ കയറി പിടിച്ചാലോ ചാൻസ് ഉണ്ട്. കാര്യം പറഞ്ഞ് തീർത്തില്ല അവിടെ. സോ യു ഹാവ് ടു ട്രൈ ദിസ് ട്രൈ ചെയ്യണം. മനസ്സിലായല്ലോ? അത് മനസ്സിലായി. അത് ചെയ്യണം. അടിച്ചിട്ടില്ല. കുറെ നേരമായല്ലോടാ. എന്ത് എന്ത് പിടിച്ചോളൂ. എനിക്കോ? അവക്ക് കൊടുക്കണം. എന്റെ മനസ്സാണ്. കൊടുത്തേക്കാം. പറയണം. ശ്യാമേട്ടൻ ഒന്ന് കൊതുക. എന്റെ അമ്മാവേ ഞാൻ വേറെ കാര്യം പറയട്ടെ.